സമാധാന പ്രതീക്ഷകൾക്ക് വൻ തിരിച്ചടിയേൽപ്പിച്ച ആക്രമണ പ്രത്യാക്രമണവുമായി അമേരിക്കയും ഇറാനും. കരാർ അവസാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. ആയത്തുള്ള അലി ഖാംനയ്ക്ക് വിട നൽകാൻ ഇറാഖിലെ നജഫിലും കർബലയിലും ജനലക്ഷങ്ങളാണ് എത്തിയത്. നാളെ ഇറാനിലെ മസ്ഹദിലാണ് സംസ്കാര ചടങ്ങുകൾ. ഇറാൻ കരാർ അവസാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ടെഹ്റാനുമായുള്ള ചർച്ച പാഴ്വേലയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനിലെ സിറിക്, ഖീഷം, ബന്ദർബാസ് എന്നിവിടങ്ങളിൽ 85 കേന്ദ്രങ്ങളിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവന. ഇറാൻ ഭരണകൂടത്തെയും നേതാക്കളെയും രൂക്ഷമായി വിമർശിച്ച ട്രംപ് അവർ അപകടകാരികളാണെന്നും അവരുമായി ഇനി ചർച്ച നടത്തുന്നതിൽ അർത്ഥമില്ലെന്നും കൂട്ടിച്ചേർത്തു. US ആക്രമണത്തിന് മറുപടിയെന്നോണം കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും വർഷിച്ച് ഇറാനും തിരിച്ചടിച്ചതോടെ മേഖലയിൽ സംഘർഷം വർദ്ധിച്ചു. ഇറാനിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, തീരദേശ നിരീക്ഷണ സംവിധാനങ്ങൾ, മിസൈൽ, ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങൾ എന്നിവയാണ് ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഒരാൾ കൊല്ലപ്പെട്ടതായും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമുസ് കടലിടുക്കിൽ സൗദി അറേബ്യയുടെയും ഖത്തറിന്റെയും ഉൾപ്പെടെ 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായതാണ് സൈനിക നടപടിക്ക് കാരണമെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇറാനിയൻ എണ്ണക്കയറ്റുമതിക്ക് 2 മാസത്തേക്ക് നൽകിയ ഇളവും ഇന്നലെ അമേരിക്ക റദ്ദാക്കി. ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ അമേരിക്ക പൂർണ്ണമായും ലംഘിച്ചതായി ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖിർ ഗാലിബാഫ് കുറ്റപ്പെടുത്തി. സമാധാന പ്രതീക്ഷകൾ പ്രതിസന്ധിയിലായതോടെ എണ്ണവില കുത്തനെ ഉയർന്നു. 5% നിരക്ക് വർദ്ധിച്ച് ബാരലിന് വില $78.44 അതിനിടെ ജനലക്ഷങ്ങളുടെ സാന്നിധ്യത്തിൽ ഇറാൻ പരമോന്നത നേതാവ് അലി ഖാംനയുടെ വിലാപയാത്ര ഇറാഖിലെ നജഫിൽ തുടരുകയാണ്. വൈകിട്ട് കർബലയിലെ വിലാപയാത്രയ്ക്ക് ശേഷം തെഹ്റാനിലേക്ക് തിരികെ എത്തിക്കുന്ന മൃതദേഹം നാളെ വൈകിട്ട് മസ്ഹദിൽ സംസ്കരിക്കും. മീഡിയ 1 ദുബായ്.